ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കിയാലോ? ഈ കാണുന്ന ചാമ്പയ്ക്കെല്ലാം ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട് ഇടുക്കിയിലാണ്. സോ ആൾ പോയിട്ട് വന്നപ്പോൾ ഒരു ലോഡ് ചാമ്പയ്ക്കായിട്ട് വന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അത് കുനുകുനാന്നരിഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മയാണ് അച്ചാർ ഇടുന്നത്, ഞാനല്ല കേട്ടോ. അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്കൊരു വീഡിയോ എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തത്. അപ്പോൾ അതേ ചാമ്പയ്ക്ക നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് പൊങ്ങിക്കിടക്കാൻ പാകത്തിന് ഒരു കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ. കാരണം ഒരു 5-10 മിനിറ്റിനുള്ളിൽ വേഗം അത് നന്നായിട്ട് വെന്ത് വരും. ഒട്ടും ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോവാതെ ഇത്തിരി ലൈറ്റ് പാതി വേവിന് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് വേവിക്കരുത്. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി അത് വെന്തും പോയിട്ടില്ല. കണ്ടോ, ആവി പറക്കുന്ന കാണാം. ഇതിന് മുന്നേ ചാമ്പയ്ക്ക അച്ചാർ ഇട്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അന്ന് പറ്റിയില്ല. സാരമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെ, നമ്മൾ ഉരുളി വെച്ചു. ഉരുളിയിലോട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഇടുന്നത്. നല്ലെണ്ണ അച്ചാറൊക്കെ ഉണ്ടാക്കിയ സൂപ്പറാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേലും അടിപൊളി ടേസ്റ്റാണ് നല്ലെണ്ണയിൽ ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കിയ. അപ്പോൾ നല്ലെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് ഇട്ട് കൊടുത്ത് കടുകാണ്. കടുക് ഒരു പിടി കടുക് എന്തായാലും ഇട്ട് കൊടുക്കണം. കാരണം അച്ചാറിന് അത്രയും ഫ്ലേവറും ഒരു ടേസ്റ്റും കിട്ടണമെങ്കിൽ കടുക് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഈ 3 സാധനങ്ങളും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുക എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ വേണം നമ്മൾ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളും ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മളിതേ മുളകും വെളുത്തുള്ളിയും വേപ്പിലയും നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കായം ചേർക്കും. കായം ഈ കാണുന്ന പ്രാൻസ് കായാണ് കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബ്രാൻഡാണ്. നമുക്ക് കുറച്ച് സാമ്പിൾ നോക്കാൻ തന്നതാണ് കേട്ടോ. നല്ല കായാണ്. സാമ്പാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒന്ന് നോക്കി നോക്കണേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കായം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഉലുവയാണ് ഇതിന് മെയിനായിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഉലുവയും കായം പിന്നെ അത് പൊടിച്ചതാണ് നമ്മൾ അച്ചാറിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും എന്താ പറയുക കിട്ടുന്നത്. ഉലുവയും കായവുമാണ്. അപ്പോൾ ഇപ്പം ഇട്ടിരിക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഉലുവ നന്നായിട്ട് പൊടിച്ചത്, പിന്നെ സാദാ മുളക് പൊടി, പിന്നെ ഇപ്പം ഞാൻ കാണിച്ച കായമില്ലേ, കായം കൂടെ അതിൽ മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ റെഡ് കളറ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ നമുക്കിതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ടാലും മതിയാവും. അപ്പം തന്നെ അത്യാവശ്യം ചുമന്നൊരു കളറ് നമുക്ക് കിട്ടും, അച്ചാറിൻ്റെ കളറ് കിട്ടും. അത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാമ്പയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ചാമ്പയ്ക്കിട്ട് നന്നായിട്ട് എല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി മുകളിലേക്ക് ഒഴിക്കുക. 1 ടീസ്പൂൺ. നമ്മൾ പുളിയുള്ള ചാമ്പയ്ക്കാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇത് അത്യാവശ്യം പുളിയുള്ള ചാമ്പയ്ക്ക ആയ കാരണം നമ്മൾ ഒത്തിരി അങ്ങ് ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ അമ്മ 2 ടീസ്പൂൺ എന്തോ ഒഴിച്ചു. പുളി ഉണ്ടെങ്കിൽ പോലും അച്ചാറിൻ്റെ ആ ഒരു മണവും ഇതൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.